9, 8, 7, 6, 5, 4, 3, 2, 1. ഇതൊക്കെ സംഭവിക്കണല്ലോ മന്നെ. എന്റെ പൊന്നെ പൊക്കെ ഒന്ന് വന്നിരുന്നേ. എന്താണ് പുറത്ത് പോകേണ്ടത് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് സാധനം വീഡിയോ റീൽ കൊടുക്കും. ഇല്ല ഞാൻ മിണ്ടില്ല, ഞാൻ മിണ്ടൂല. നോബഡി ക്യാൻ ഇൻഫ്ലുവൻസ് മീ. അത് എന്ത് സോപ്പിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നീ തോന്നുന്നത് ഞാൻ പറയും. എന്റെ പേര് ഗോകുല്, തിരുവനന്തപുരം ചാനലിന്റെ പേര്. എന്തൊരു പാവല്ലേ, ശബ്ദമില്ല. പറയും. എന്റെ പേര് അശ്വിൻ, ലെൻസ്മാൻ റിവ്യൂസ് എന്നാണ് ചാനലിന്റെ പേര്. പേജിന്റെ പേര് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അത് പറയണോ? മൺസൂൺ മീഡിയ ഇപ്പൊ പറയാൻ വിചാരിക്കുന്നുണ്ട്. മൺസൂൺ മീഡിയ എന്റെ ആണെന്ന്. മൺസൂൺ മീഡിയ തുടങ്ങിയത് ഞാനല്ല. എയറിലാവുന്ന സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എയറിൽ വിടാനുള്ള പരിപാടി എന്നെ കണ്ടുപിടിച്ച് ഞാനാ. പക്ഷെ ഇങ്ങനെ മറ്റേ SJ സൂര്യാണ് മറ്റേ. ഞാൻ രസിക്കുക. എന്നെ എയർ കയറ്റാൻ പറ്റുകയേ ഇല്ല. ഞാനാണ് എയർ. പിന്നെ എന്നെ എങ്ങനെ എയർ കയറ്റാനാ? അല്ല, നടന്റെ പേര് ഡയറക്ടർ പേര് മാറിപ്പോവില്ലേ? നമ്മളൊന്നും പറയാണ്ടിരുന്നാ പോരെ. ഈ ഡ്രൈവർ ചേട്ടൻ പറയാൻ പോകുന്നതല്ലേ പ്രശ്നം. അല്ല, ഡ്രൈവർ ചേട്ടൻ ഞാൻ ഒറ്റക്കല്ല പോയത്. ഇങ്ങോട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൊണ്ട് പോയ സമയത്ത് സെൻസർ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വന്നപ്പോ അല്ല തുടങ്ങുന്നില്ലേ, ഞാൻ പേപ്പറും പെന്നും എടുത്തിട്ട് ഇരിക്കുന്നില്ലേ എന്നുള്ള പോലെ. ഭയങ്കര അബദ്ധ സിനിമയ്ക്കകത്ത് ഉണ്ണിങ്ങനെ പോസ്റ്റ് കണ്ടെത്തുന്ന മിനിമം രണ്ടെങ്കിലും ഉണ്ണി പറയും മുന്നേ ഇങ്ങനെ സംഭവിക്കില്ല മുന്നേ. അങ്ങനെ അവസാനമാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും റെക്കോർഡ് ഷോർട്ടസ്റ്റ് റിവ്യൂസ് ലവ് ഇൻഷുറൻസ് റിവ്യൂരില്ല. മണ്ണ് പച്ച മണ്ണ് വരുന്നത് അതെന്ത് പ്രയോഗമാണോ അത്? പച്ച മണ്ണ് വരുന്നത് പറഞ്ഞാല് സ്റ്റക്കായി പോയിനകത്ത്. എനിക്ക് ആക്ച്വലി ഇതിന്റെ പോലെ റിലോണെ പോലെ റിവ്യൂ പറയണ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. നിങ്ങളൊന്നും ചെയ്യാത്ത ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. സൈലന്റ് റിവ്യൂ. നിങ്ങള് മലങ്ങളിട്ട് അല്ലെങ്കിൽ കട്ടകര എന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങളിതൊരു 10 വട്ടം കാണണം, ഒരു 100 വട്ടം എഡിറ്റിംഗ് ടേബിൾ ഇത് കാണണം. എന്റെ പൊന്നെ, എന്നെ എഡിറ്റർ അപ്പൊ ഞാൻ അടിച്ച കമന്റ് കൊള്ളാലോ എന്ന് എനിക്ക് സ്വയം തോന്നി. ഞാൻ മാത്രം അനുഭവിച്ചോ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചാണ്. അജിത്തിന്റെ ഒരു പടം ഒന്നാമത് പടപ്പിരാന്ത് ആള് കുറവാണെങ്കിൽ ചില പ്രത്യേക തിയേറ്ററിൽ തിരുവനന്തപുരത്ത് AC അങ്ങ് ഓഫാക്കും പകുതിയുണ്ടോ. ഞാൻ വിചാരിച്ചേ ഞങ്ങൾ പരസ്പരം എന്ത് പറയുന്നത് തേങ്ങ പറയാം. അതുള്ള സ്പേസ് ഞങ്ങൾക്കിടയിലുണ്ട്. ഇവിടെ ഇരിക്കുന്നവരാരും ഒരു സിനിമ നെഗറ്റീവ് റിലീസിന്റെ നടിച്ച് അത് കാണുമ്പോൾ ഒരു ഓർഗാൻ കിട്ടുന്ന ആൾക്കാരൊന്നുമില്ല. തീരും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ഒരുത്തരാണെങ്കിൽ റെസ്പെക്ട് ഉണ്ടാവും. കുറെ പേർക്ക് ഒരു ധാരണയുണ്ട്, നമ്മൾ കുറച്ച് പേര് വിചാരിച്ച മലയാള സിനിമകൾ പോകും, നമുക്ക് കുറച്ച് പൈസ തന്ന സിനിമകൾ. അപ്പൊ നമ്മള് അത്ര വലിയ ഇൻഫ്ലുവൻസ് നമ്മളാരെ പോയി നമുക്ക് മെച്ച പറയാമല്ലോ. ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാവും. അല്ല, ഒരു സിനിമ വേണം വെച്ച് നമ്മൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമുണ്ട്. കാരണം നമ്മുടെ പൈസ പോട്ടെ നോക്കി. ഇന്നത്തെ കാലത്ത് സമയമാണ്. നമ്മൾ ഈ പണി എന്തായാലും തുടരും, കാരണം നമുക്ക് സിനിമ വേണ്ടെന്ന് നോക്കാൻ പറ്റില്ല. So we are the audience and we will continue.